ഹായ്, എൻ്റെ പേര് ജിഷ്ണു. ഞാൻ മഞ്ചേരി ഹെയർ ക്രാഫ്റ്റിൽ നിന്നാണ് നിൽക്കുന്നത്. ഇപ്പോൾ 21 വയസ്സ് തൊട്ട് മുടി കൊഴിച്ചിലായിരുന്നു. നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഓയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തിരുന്നു. ഒന്നും റിസൾട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 26 ആയപ്പോഴേക്ക് നല്ല കൊഴിച്ചിലൊക്കെ തുടങ്ങി. മൊത്തത്തിലൊരു കഷണ്ടി മാതിരി പറയലൊക്കെ തുടങ്ങിയ ആൾക്കാർ. പിന്നെ നമ്മൾ ഫോട്ടോയ്ക്കൊക്കെ അധികം നിൽക്കാറും കമ്മിയായി. കല്യാണത്തിൻ്റെ ആണെങ്കിലൊക്കെ അന്ന് ഫോട്ടോയ്ക്കൊന്നും നമ്മൾ അധികം നിൽക്കാറില്ല. ഒക്കെ ഇട്ടുകഴിഞ്ഞ് ആറിക്കലാണ് ചെയ്യാറ്. എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു, ഇവിടെ മഞ്ചേരി എയറോഗ്രാഫ്റ്റിൽ നിന്ന്. അവന് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഇവിടേക്ക് വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, സ്കാൽപ്പൊക്കെ നോക്കി ഒക്കെ ഓക്കെയാണ്. എനിക്ക് ഇന്നും നാളെയാണ് പ്രൊസീജിയർ ഉള്ളത്. മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസിൽ കാണാം. ഹായ്, ഹലോ. എൻ്റെ ഇപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മാതിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു. എൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ ഫസ്റ്റത്തെ തരിപ്പിക്കാനുള്ളത് തന്നപ്പോൾ ഉള്ള ചെറിയൊരു പെയിനുള്ളൂ. പിന്നെ ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും ഒരു വേദനയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വേദന ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യണത്. പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും കഴിച്ചിട്ട് പിന്നെ രണ്ടാമത് ചെയ്താണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. നാളെയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. ഹായ്, ഹലോ. ഇന്നെൻ്റെ സെക്കൻഡ് പ്രൊസീജിയറാണ്. ഇന്നലെ വീട്ടിലെത്തിയതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ എങ്ങനെ കിടക്കേണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരും ഇതൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ കിടക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ബാക്കിൽ ഇത് വെച്ച് കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കിടന്നു കഴിഞ്ഞപ്പോൾ അത്ര ഇതൊന്നുമില്ല. ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാം പ്രൊസീജിയറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണാം. ഹായ്, ഹലോ. എൻ്റെ രണ്ടാമത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്നും ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡോക്ടേഴ്സും സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല കമ്പനിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ ക്ലിയർ ചെയ്ത് ഒക്കെ കാണിച്ചു തരും. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നതിന് ശേഷം മാത്രം കാണിച്ചു തന്നതിന് ശേഷം മാത്രമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ എടുത്ത ഗ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എത്ര എണ്ണം വെക്കണതും കാര്യങ്ങളും, എത്ര സൈഡിലേക്ക് എത്ര എണ്ണം വെക്കണതും
1 ഡേയിലും 2 ഡേയിലും വെക്കുന്ന ഗ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടാണ് അവർ ചെയ്തത്. സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ഇഞ്ചിച്ച് ചെയ്യും നമ്മളെ ഒന്ന് ജസ്റ്റ് ധരിക്കാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ചൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നത്തെ നമ്മൾ ചെയ്യണതും കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. ഇനി 10 days കഴിഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് വരാൻ പറഞ്ഞത് ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്ടേഴ്സ് പറഞ്ഞത് 3-4 മാസം എടുക്കും പ്രോപ്പറായിട്ട് മുടിയും കാര്യങ്ങളൊക്കെ വരാൻ. റിസൾട്ടിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി റിസൾട്ട് വന്നാൽ ഞാനും നിങ്ങളെ മുന്നിൽ കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഹെയറിന് വേണ്ടിയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എയറോഗ്രാഫ്റ്റിക്ക് വരാം. എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, ബെറ്റർ ആവും മുടിയും കാര്യങ്ങളൊക്കെ. താങ്ക് യു എയറോഗ്രാഫ്റ്റ്.